ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് കൂടിയാണിത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് കൂടിയാണിത്. ഇത് തയ്യാറാക്കാൻ വളരെ കുറച്ച് സമയമേ നമുക്ക് ആവശ്യമുള്ളൂ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കണേ. എന്നാൽ നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കാൻ നോക്കാം. ഈ സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ചെറുപഴമാണ് ആവശ്യം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഈ ചെറുപഴമൊക്കെ തൊലി കളഞ്ഞിട്ട് നമുക്കിതാ ഈ ജാറിലേക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ 2 പഴവും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 കപ്പ് മൈദപ്പൊടിയാണ്. 240 ml ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ മൈദപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്നാക്സിന്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതുമായിക്കോട്ടെ, ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 4 ഏലക്കായ തൊലി കളഞ്ഞതാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ. അടിച്ചെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആണ് നമുക്കിത് അടിച്ചെടുക്കേണ്ടത്. നമുക്കിതൊരു തിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാറ്റർ ആയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം എനിക്കൊരു 1/4 കപ്പ് വെള്ളത്തോളമാണ് ഇത് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്വല്പം ബേക്കിംഗ് സോഡയും അതോടൊപ്പം തന്നെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് സ്വല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. കയ്യിലുള്ളവർ മാത്രം ചേർത്താൽ മതി. അത് നമ്മുടെ സ്നാക്സ് ഒന്ന് പൊങ്ങുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ച് വെക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ കുഴച്ച് വെക്കുക. കാരണം നമ്മുടെ ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ കുഴച്ച് വെക്കണം. ഇപ്പം ഇതാ അതിൻ്റെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിൽ നിന്നും കുറേശ്ശെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കൈകൊണ്ട് ഇട്ട് കൊടുക്കുന്നതിന് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഷേപ്പൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പം ഇത് പെട്ടെന്ന് തന്നെ ഈ സ്നാക്സ് ആവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ തീയൊക്കെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഇതാ ഒരു വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് സ്നാക്സ് ഒന്ന് മൊരിയിച്ചെടുക്കണം. ഈ സ്നാക്സിൻ്റെ പുറം ഭാഗം മൊരിഞ്ഞിട്ടാണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരിക. ഇപ്പം ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ബാറ്ററും നമുക്ക് ഇതുപോലെ തന്നെ കൈകൊണ്ടെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ല. ഇതുപോലെ കൈകൊണ്ട് ഇട്ട് കൊടുക്കുന്ന ഒരു പാകത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും സ്നാക്സും ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സ്വീറ്റ് സോൾട്ട് ടേസ്റ്റാണ് ഉണ്ടാവുക. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമായ ഒരു സ്നാക്സ് ആണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്